അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള വറുത്തരച്ച സോയ ചങ്ക്സ് എങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 300 ഗ്രാം സോയ ചങ്ക്സിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങയുടെ അളവായിരിക്കും ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ എടുത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങ ജസ്റ്റ് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന വരെ നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കറിയിലേക്ക് നമുക്ക് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല തേങ്ങ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. തേങ്ങ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു 2 വെളുത്തുള്ളി കട്ട് ചെയ്ത് കൊടുക്കാം. 2 വെളുത്തുള്ളി മതി, ഇത് ഒരുപാടൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു മീഡിയം സൈസ് സവോളയാണ്. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് നമ്മൾ വറക്കുമ്പോൾ സവോളയാണ് നമ്മൾ വറുത്ത് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ തേങ്ങയും നമ്മുടെ സവോളയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ വേണം വറുത്തെടുക്കാൻ. ആ സമയത്ത് ഞാൻ നമ്മുടെ സോയ ചങ്ക്സ് ഒരു പാത്രത്തിൽ വെച്ച് ഉപ്പും വിനാഗിരി ഒഴിച്ച് തിളപ്പിച്ചിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വാഷ് ചെയ്തെടുക്കുമ്പോൾ ഒരു 3-4 തവണ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഒരു പഴയ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഒഴിവാക്കുക. അതിൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ മഞ്ഞൾപ്പൊടിക്ക് ഒരു കുത്തളിച്ചവയുണ്ട്. ആ കുത്തളിച്ചവ മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു കറിയിലേക്ക് നമ്മൾ അധികം മസാലകളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ വറുത്ത തേങ്ങയുടെയും നമ്മുടെ സവോളയുടെയും 2 വെളുത്തുള്ളിയുടെയും പിന്നെ ഇടുന്ന കുറച്ച് മസാലകളുടെ മാത്രം ഫ്ലേവർ, ഒരുപാട് ഗരം മസാലയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടി ഒരു 3/4 ടേബിൾ സ്പൂണുള്ള പിരിയമുളകിൻ്റെ പൊടിയാണ്. ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഏത് കമ്പനിയുടെ ആണോ മീറ്റ് മസാലയുള്ളത് അതൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഈ ഒരു 300 ഗ്രാം അളവിന്. അപ്പോൾ നിങ്ങൾ മുളക് പൊടി ഒട്ടും ചേർക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ നമുക്ക് നമ്മുടെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചൊരു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഓപ്ഷനിലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മീറ്റ് മസാല മാത്രം ഇട്ട് ഈ റെസിപ്പി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് റെഡിയാക്കണം. അപ്പോൾ ഇതിനകത്ത് ഒരു 3 ഏലക്കായും ഒരു കുറച്ച് പെരിഞ്ചീരവും ഇടുന്നുണ്ട്. ഇത് മാത്രമാണ് ഇതിനകത്തേക്ക് മസാല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതിങ്ങനെ ഈ ഏലക്കയും പെരിഞ്ചീരവും എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ ഗരം മസാല ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് പിന്നീടാണെങ്കിലും, അതായത് നമ്മൾ കറി റെഡിയായി വന്നു കഴിയുമ്പോൾ ഗരം മസാല ടേസ്റ്റ് വേണമെന്ന് തോന്നി ആ സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വറുത്തരച്ച കറിക്ക് നമുക്ക് ഇത്രയും ഒരു ഫ്ലേവറുള്ള മസാലകളുടെയൊക്കെ ആവശ്യമുള്ളൂ. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയിട്ട് നന്നായിട്ട് ഡാർക്ക് ഫ്രൈ ആവേണ്ട, എല്ലാം നല്ലതായിട്ട് വെന്ത് പച്ചമണമൊക്കെ മാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റി വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആക്കണം. ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ആദ്യം കുറച്ച് 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് 1-2 തണ്ട് കറിവേപ്പിലയും ഒരു കുറച്ച് 4-5 പച്ചമുളക് കീറിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ആ മസാലയിലൊന്നും അധികം എരിവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എരിവിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കഴുകി പിഴിഞ്ഞ് എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോയയാണ്. അപ്പോൾ ഈ സോയൊക്കെ ഓൾറെഡി ഇപ്പോൾ തിളച്ച് വെള്ളത്തിൽ കിടന്ന് ഓൾറെഡി വെന്ത സോയയാണ്. അപ്പം ഇതിനൊന്നും അധികം വേവില്ല ശരിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് ഉപ്പും, അതായത് ഒരുപാട് ഉപ്പ് വേണ്ട, നമുക്ക് ഉപ്പ് വേണം പിന്നെ നോക്കിയിട്ട് ആണ് ചേർത്ത് കൊടുക്കാം. ഒരു അത്യാവശ്യം ഒരു 1-1.5 ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഈ എണ്ണയ്ക്കകത്ത് നമ്മുടെ കുക്കറിലെ എണ്ണയ്ക്കകത്ത് ഇട്ടൊന്ന് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് വഴണ്ട് ഫ്രൈ ആയി കിട്ടുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു കഴിക്കാൻ പറ്റുന്ന ഒരു പരുവമാകും. കുറച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ കഴിച്ച് ഇത് തന്നെ കഴിക്കാവുന്നതാണ്. ഒരു കാപ്പിയുടെ സ്നാക്കായിട്ടോ അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇത്ര റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ മിക്സിയുടെ ജാറിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അപ്പോൾ ഞാനിതൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇത് കുക്കറിലിരുന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മൾ വിസിലടിക്കുമ്പോൾ ഇത് ബോൾസ് ഇങ്ങനെ വലുതായിട്ട് വരും. കുക്കർ നിറയെ കറി ഉണ്ടാവും മിക്കവാറും ഇത് വെന്ത് വരുമ്പോഴത്തേക്കും.
അപ്പോൾ ഞാനൊരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഓരോന്നിൻ്റെ അളവ് നിങ്ങൾ തീരുമാനിക്കുക, എത്ര 100 ഗ്രാം ഉണ്ടാക്കിയാൽ മതിയോ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ അളവിനനുസരിച്ചിട്ട്. ഇവിടെ ഇപ്പോൾ കഴിക്കാൻ 3-4 പേരെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വെച്ചത്. അപ്പോൾ ഇത് 3-4 പേർക്കാണെങ്കിൽ 2-3 നേരം സുഖമായിട്ട് കഴിക്കാനുള്ള കറി ഉണ്ടാവും. ഇത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കി ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സമയത്ത് നിങ്ങൾക്ക് മസാല വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിച്ചിട്ട് ഫുൾ എയർ പോകാൻ നിൽക്കേണ്ട കാര്യമില്ല, ബാക്കി എയർ തുറന്ന് വിടാം. ഹൈ ഫ്ലെയിമിൽ വിസിലടിച്ചിട്ട് 5-6 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ബാക്കി എയർ തുറന്ന് കളഞ്ഞ് നമുക്കിത് തുറന്നെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എയർ തുറന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തുറക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും എല്ലാം നന്നായിട്ട് വെന്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കൊരു ഇത്രയും ഗ്രേവി മതിയാവും. അപ്പം നിങ്ങളുടെ ഗ്രേവിയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കി ഗരം മസാല എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വറുത്തിട്ട് കൊടുക്കുകയാണ്. ഇത് വറുത്തിടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ടും നമുക്കൊരു ഫോട്ടോ പർപ്പസ് ഉള്ളത് കൊണ്ടുമാണ് ഞാൻ വറുത്തിടുന്നത്. അപ്പോൾ വറുത്തിട്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ പിരിയമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതേപടി തന്നെ നമുക്ക് കറിക്കകത്ത് കറിക്ക് ജസ്റ്റ് വറുത്തിട്ട് കഴിയുമ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ്. മുളക് പൊടി ഇട്ടില്ലെങ്കിലോ ഇത് വറുത്തിട്ടില്ലെങ്കിലോ ഒന്നും ഒരു പ്രശ്നമില്ല. ഇത് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 5-10 മിനിറ്റ് കറി അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്